ഹായ്, എല്ലാവർക്കും ദേ ആശയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ പലരും. അങ്ങനെയുള്ള ഒരു സന്തോഷ നിമിഷമാണ് ചിങ്ങമാസത്തിലെ ഓണാഘോഷം. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ജോലിക്ക് പോകുന്ന വ്യക്തികൾക്കും കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ കിട്ടുന്ന നിമിഷമാണ് ഓണം. എല്ലാവർക്കും തന്നെ അങ്ങനെ തന്നെയല്ലേ? എങ്കിൽ ഞാൻ എൻ്റെ നാട്ടിലെ ഓണാഘോഷത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നിങ്ങൾ റെഡിയല്ലേ? ഒരു നാടിൻ്റെ കൂട്ടായ്മയും സൗഹൃദവും വിളിച്ചോതുന്ന ഒരു പൊന്നോണം. നാടൻ പാട്ടുകളും നാടൻ കലാരൂപങ്ങളും വാദ്യോപകരണങ്ങളും തലമുറകൾക്ക് കൈമാറിയ ഒരു നാടാണ് ഞങ്ങളുടെ നാട്. ഇപ്പോൾ നിങ്ങൾ അത് കാണാൻ ആകാംക്ഷയോടെ ഇരിക്കുകയായിരിക്കും. എൻ്റെ കുട്ടിക്കാലത്ത് വായ്ത്താരിയായി ഓണക്കളി അല്ലെങ്കിൽ വട്ടക്കളി, കൈകൊട്ടിക്കളി എന്നൊക്കെ പറയുന്ന കളികൾ പാടി ചുവടുകൾ വയ്ക്കുന്ന കുറേ പ്രായമായവരെയും കുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. തേങ്ങൻ എന്നു പേരുള്ള അച്ചാച്ചനും അയ്യ എന്നു പേരുള്ള അമ്മാമ്മയും ഇതിൽ പ്രധാനികളായിരുന്നു. ഇവരെ ഞങ്ങളുടെ നാട്ടിലെ തന്നെ ഇപ്പോഴുള്ള തലമുറക്കാർക്ക് അറിയോ എന്നറിയില്ല, പക്ഷെ എനിക്ക് അവരെ നല്ല ഓർമ്മയുണ്ട്. മദള വിദ്വാനായ ശിവരാമ അച്ചാച്ചൻ. കാരണം രാവിലെ എണീക്കുമ്പോൾ ഞങ്ങളുടെ നാടിൻ്റെ ശ്രുതിയാണ് ഈ കൊട്ടൽ. മദളം കൊട്ടിയും പാട്ടുപാടിയും അല്ലെങ്കിൽ ചുമ്മാ നടക്കുമ്പോൾ നാടൻപാട്ട് പാടി നടക്കുന്ന ഒത്തിരി കലാകാരന്മാർ ഞങ്ങളുടെ നാട്ടിലുണ്ട്. അതുപോലെ കൊട്ട നെയ്ത് നമ്മളുടെ ഇപ്പോൾ അലുമിനിയത്തിൻ്റെ ചോറൂറ്റുന്ന സാധനം കിട്ടും, പിന്നെ മുറം, വട്ടമുറം എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ നെയ്തിരുന്ന കാളിയമ്മാമയും ചീരുഅമ്മാമയും ഒക്കെ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. ഈ പേരുകളൊക്കെ പുത്തൻ തലമുറയ്ക്ക് ഒരു തമാശയായിരിക്കും. തലമുറയായിട്ട് കൈമാറി വന്ന ഈ ഓണാഘോഷത്തിൽ ന്യൂ ജനറേഷനും കൂടി യോജിച്ചപ്പോഴുള്ള ഓണാഘോഷമാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഓണാഘോഷം ഉണ്ടെങ്കിലും ഞങ്ങളുടെ അവിടുത്തെ പോലെ അത് ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഒരു ഓണാഘോഷമാണ് ഞാൻ കാണിക്കുന്നത്. പ്രായ വ്യത്യാസമില്ല, എല്ലാവരും മക്കളായാലും മരുമക്കളായാലും ജാതിയോ മതമോ നോക്കാതെ ഒത്തൊരുമയോടുകൂടെ ഓണസദ്യ ഉണ്ടാക്കുന്നു, ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നു. ചെറിയൊരു പ്രോഗ്രാമാണെങ്കിലും കലാപരിപാടികളിൽ മക്കളെയും ഭാര്യമാരെയും അല്ലെങ്കിൽ മരുമക്കളായാലും പങ്കെടുക്കുന്നു. ആർക്കും ഓണാഘോഷത്തിന് നാട് വിട്ടു പോകണമെന്നുള്ള ആഗ്രഹം കൂടെ ഇല്ല. അങ്ങനത്തെ ഒരു ഓണാഘോഷം. എല്ലാവരും ഓണത്തിന് അമ്മയോടൊപ്പം അച്ഛൻ്റെ ഒപ്പം ഓണം ആഘോഷിക്കാൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടുകാർ തീരുമാനിക്കുന്നു ഒരു ദിവസം ഞങ്ങളുടെ നാട്ടിലുള്ളവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ. അതിൽ ഞങ്ങൾ തന്നെ എല്ലാ ഫുഡും ഉണ്ടാക്കുന്നു. ആ സദ്യ ഉണ്ടാക്കി ഞങ്ങൾ തന്നെ വിളമ്പുന്നു. ഞങ്ങൾ തന്നെയാണ് എല്ലാത്തിൻ്റെ ആൾക്കാർ. എന്നുവെച്ചാൽ അവരവരുണ്ടാക്കുക, അവരവർ തന്നെ കഴിക്കുക എന്നുള്ളത്. അതിന് ഒരു കാരണം കൂടെയുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഒരു അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചുപോയൊരു മകനുണ്ടായിരുന്നു. അവൻ ഇന്ന് ഞങ്ങളുടെ നാട്ടിലില്ല, എങ്കിലും അവന് വേണ്ടി ഒരു ഓണസദ്യയും കൂടെയായിരുന്നു. അപ്പനും അമ്മയും ജീവിച്ചിരിക്കാതെ സമയത്ത് ഒത്തിരി അമ്മമാരുടെ കൈകൊണ്ടുണ്ടാക്കിയ ഓണസദ്യയാണ് ആ കുഞ്ഞ് കഴിച്ചിരുന്നത്. ഇന്ന് അവനില്ല എന്നുള്ളത് വേദനയോടുകൂടെ ഞങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾക്കൊരു നെടുവീർപ്പായിട്ട് തോന്നിയിട്ടുണ്ടാവും. അപ്പം ഞങ്ങളുടെ ഒരു അവസ്ഥ നോക്കുക. അതേപോലെ തന്നെ പ്രായമായവരെ ഇപ്പോൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഓരോ ഓണാഘോഷത്തിനും അവരാണ് ഞങ്ങളുടെ ഹീറോ. അതായത് 60 വയസ്സിന് മുകളിലുള്ളവർ, സീനിയർ സിറ്റിസനാണ് ഇതിൻ്റെ ഓണാഘോഷ കൂട്ടായ്മയുടെ ഏറ്റവും വലിയൊരു ഹീറോ. അപ്പം അതിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ. നിങ്ങളുടെ നാട്ടിൽ ഇതിനേക്കാൾ നല്ല ഓണാഘോഷമുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. വിലയേറിയ നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കുന്നു. ബൈ. താങ്ക് യു.